ആറാം ദിവസം കാത്യായനി മന്ത്രമാണ്. നവരാത്രിയിൽ ദേവിയുടെ കാത്യായനി ഭാവമാണ് ആറാം ദിവസം നമ്മൾ ആരാധിക്കുന്നത്. കഥൻ എന്ന മഹാമുനി ദേവി തൻ്റെ മകളായി പിറക്കണമെന്ന ആഗ്രഹത്തോടെ കഠിന തപസ് ചെയ്തു. ദേവി ഋഷിയിൽ പ്രസാദിച്ച് മകളായി പിറന്നതാണ് കാത്യായനി. കാത്യായനി ഭാവത്തിലാണ് ചണ്ഡികാദേവി മഹിഷാസുരനെ വധിച്ചത്. ആ സമയം ലക്ഷ്മിയും സരസ്വതിയും പാർവതിയിൽ ലയിച്ച് ഒന്നായി മഹിഷാസുരമർദിനിയായി മാറി. ശാന്തിയും സമാധാനവും സ്വസ്ഥതയും വിശ്രമവും ഇല്ലാത്തവർ കാത്യായനി ഭാവത്തെ ആരാധിച്ച് ആനന്ദം നേടുന്നു. ഓരോരുത്തരുടെ ഉള്ളിലുള്ള നിഷേധാത്മകമായ ചിന്തകളും വികാരങ്ങളുമാണ് മഹിഷാസുരൻ. അതിനെ നിഗ്രഹിക്കാൻ കാത്യായനി മന്ത്രം നമ്മെ സഹായിക്കും. ചന്ദ്രഹാസോ ജലകരാ ശാർദൂലവരവാഹന കാത്യായനി ശുഭം ദദ്യാദേവി ദാനവഘാതിനി.